പകുതിവില തട്ടിപ്പിന് പാലക്കാട്ട് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി MK ഗിരീഷ് കുമാർ. കെ മുരളീധരനെ ഉൾപ്പെടെ പരിപാടിക്ക് എത്തിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. കൊല്ലങ്കോട്ട് മാത്രം വഞ്ചിക്കപ്പെട്ടത് 290 പേരാണ്. അരുൺ ആലത്തൂർ വിവരങ്ങൾ നൽകും. അരുൺ, 290 പേര് വഞ്ചിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ എത്ര ആഴത്തിൽ അവിടെ ഈ പകുതിവില തട്ടിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആണെന്നാണ് അറിയുന്നത്. പല രാഷ്ട്രീയ നേതാക്കളെയും ഇതിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ. പക്ഷെ പലർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. പക്ഷെ ഇദ്ദേഹം ഇതിന് നേതൃത്വം നൽകിയെന്നാണോ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ പാലക്കാട് ഈ 1000 കോടിയിലധികം തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണൻ നേതൃത്വം നൽകിയ നാഷണൽ NGO കോൺഫെഡറേഷന്റെ പാലക്കാട് ജില്ലയിലെ അധ്യക്ഷൻ ഈ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നതാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ മറവിലാണ് ഈ യൂത്ത് കോൺഗ്രസ് പാലക്കാട് മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MK ഗിരീഷ് കുമാർ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. കെ മുരളീധരനെ ഉൾപ്പെടെ പരിപാടിക്ക് എത്തിച്ച ആളുകളുടെ വിശ്വാസ്യത നേടിയെടുത്താണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ബാങ്ക് വഴിയും നേരിട്ടും നിരവധി ആളുകൾ ഈ MK ഗിരീഷ് കുമാറിന് പണം കൈമാറിയിട്ടുണ്ട്. തട്ടിപ്പിനിരയായ 290 പേർ ഇപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തി പരാതി നൽകിയിരിക്കുകയാണ്. MK ഗിരീഷ് കുമാറിനെതിരെയാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം ഗിരീഷ് കുമാർ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. വിഷയത്തിൽ ഗിരീഷ് കുമാർ പ്രതികരണമായി നടത്തുന്നത്. ഏതായാലും പാലക്കാട് ജില്ലയിൽ വ്യാപകമായിട്ട് ഈ പാതിവില തട്ടിപ്പ് വിവിധയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. കൊല്ലങ്കോട് മാത്രമല്ല, കൊല്ലങ്കോടും ഇത്തരത്തിൽ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് നടന്നിരിക്കുന്നത്. നേരത്തെ ശ്രീകൃഷ്ണപുരത്തും സമാന രീതിയിൽ പരാതിയുമായിട്ട് ആളുകൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൂടുതൽ പുറത്തു വരുമ്പോൾ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഓക്കെ, ശരിയാണ്.